ഇതുപോലെ ഒരു പച്ചമാങ്ങ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉച്ചയൂണിന് വ്യത്യസ്തമായ ഒരു രസം നമുക്കുണ്ടാക്കാം. പച്ചമാങ്ങ രസം. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മാങ്ങയുടെ കൂട്ടത്തിൽ ഒരു തക്കാളിപ്പഴം, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി അല്ലി. ഇത് ചെറിയ അല്ലിയാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 നുള്ള് ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്. ഈ മാങ്ങയ്ക്ക് ഒക്കെ പുളി കുറവാണെങ്കിൽ അതിനല്പം പുളി വേണ്ടിയിട്ട് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പം വാളംപുളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുളി നോക്കിയിട്ട് വേണം ഈ വാളംപുളിയുടെ പുളി ചേർക്കാനായിട്ട്. ഉപ്പ്, വെള്ളം, കറിവേപ്പില, മല്ലിയില, കായപ്പൊടി, വെളിച്ചെണ്ണ. മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളകും കീറി വെച്ച്, ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങനെ ചെറുതായതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുരുമുളകും ജീരകം എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. കുരുമുളക്, ചെറിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ആ കൂടെ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് ഒത്തിരി ചതഞ്ഞ് പോകണ്ട. അപ്പോൾ ഉള്ളി ഒന്ന് ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. മാങ്ങ വേഗം കുക്കർ വേണമെന്നില്ല, പക്ഷേ മാങ്ങ നല്ലോണം വെന്തുടയണം. അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം അധികം ഉണ്ടെങ്കിലും നമുക്ക് ഈ രസത്തിനകത്ത് ചേർക്കാനുള്ളതാണ്. ഇതൊരു 4 വിസിൽ കേൾക്കണം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും. ഇതേ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒന്നോടെ ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. അപ്പോൾ തന്നെ ഉലുവായും ചേർക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയും പിന്നെ ചെറിയ ജീരകം കൂടെ ചതച്ചത് ചേർക്കാം. ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മാങ്ങ. ഇത് ഒട്ടും കഷ്ണങ്ങൾ ഇതുപോലെ വേണ്ടെങ്കിൽ അരച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്തോരം രസം നമുക്ക് വേണോ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ തീ കൂട്ടി വെക്കണം. ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴറ്റിയെടുത്ത സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കായത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിന് കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. പുളി ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വാളംപുളി ചേർക്കുന്നില്ല. ഇത് പുളിയുള്ള മാങ്ങയായിരുന്നു. നമ്മുടെ പച്ചമാങ്ങ രസം റെഡിയായി. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കണം. പുളി കുറവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വാളംപുളി ഒഴിച്ചു കൊടുക്കണം. പച്ചമാങ്ങ രസം സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം.
ഈ പച്ചമാങ്ങ സീസണിൽ ഇതുപോലെ അടിപൊളി രുചിയുള്ള ഒരു രസം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് രുചിയുള്ള ഒന്നാണിത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.